Good afternoon. Good afternoon. All of you take your textbook. അതിനു മുമ്പായിട്ട് ചോദിക്കട്ടെ, did you do the homework? Yes. Yes. എല്ലാരും ചെയ്തോ? Yes. ഇല്ലല്ലോ, കുറെ പേരുണ്ടല്ലോ. അടുത്ത ആഴ്ച മുതൽ ഞാൻ പേരെഴുതി വെക്കും, ഹോംവർക്ക് ചെയ്യാത്തവരുടെ പേര്. എന്റെ എഴുതിയവരുടെ പേര് ഞാൻ ഇവിടെ വായിക്കും, എഴുതാത്തവരുടെ പേര് ഞാൻ ഗ്രൂപ്പിൽ ഇടും. അപ്പൊ എല്ലാരും കാണുമല്ലോ, സാറും കാണും. ആദിത്യ ചെയ്തു. ആദിത്യ ചെയ്തു. ഓക്കെ. ഹോംവർക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്യുക. എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ത്യോഹാരൊക്കെ ഞാൻ എഴുതാനായിരുന്നു അല്ലെ, ഉത്സവങ്ങളുടെ പേര്, ഫെസ്റ്റിവൽസിന്റെ പേര് എഴുതാനായിരുന്നു കഴിഞ്ഞ ദിവസം വർക്ക് ഉണ്ടായിരുന്നു. ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട്ബുക്ക്. ഓക്കെ, ടേക്ക് യുവർ നോട്ട്ബുക്ക് ഓർ MS ബുക്ക്, ഏതെങ്കിലും മതി. ക്ലോസ് യുവർ ടെക്സ്റ്റ് ബുക്ക്. ചെറിയൊരു ഡിറ്റേഷൻ ഇട്ട് നോക്കട്ടെ. त्योहारों की धूम है अല്ലെ, त्योहारों के नाम. ओके, फर्स्ट त्योहार होली. റൈറ്റ് ഫാസ്റ്റ് ഹോളി. ഞാൻ ഹോംവർക്ക് തന്നാല് നെക്സ്റ്റ് ഡേ ഞാൻ അതിന്റെ ഡിറ്റേഷൻ ഇടും. നേരത്തെ പറയൊന്നുമില്ല, ഹോംവർക്ക് ചെയ്യുന്നത് പഠിക്കാൻ വേണ്ടിട്ടാ. ഫസ്റ്റ് त्योहार ഹോളി. എനിക്കൊരു ഹെൽപ്പ് തരാവോ? What is your problem, Danny? കാര്യം ഹോളിയില് ഡാനിയൽ ബുക്ക് എടുത്തില്ല എന്നായിരിക്കും പറഞ്ഞത്. സ്കൂളിൽ വരുമ്പോ പറയുന്ന അതേ ഡയലോഗാണോ വീട്ടിൽ നിന്നും പറയുന്നത്? ഞാൻ കണ്ടാൽ എനിക്ക് എഴുതാൻ ഞാൻ പഠിച്ചില്ല എന്നായിരിക്കും. ഡാനി ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ കണ്ടുവല്ലോ. എന്നാ വേഗം എഴുതിക്കോ. എങ്ങനെയാ ഹോളി എഴുതുക? ഹാ ഹാ എന്ന ലെറ്ററിന് ഓക്കി മാത്രം കൊടുത്തു, ലാ എഴുതി ഈക്കി മാത്രം കൊടുക്കുന്നു. അതാണ് ഹോളി. ഏഞ്ചൽ ബെന്നി, റൈറ്റ് ഫാസ്റ്റ്. ഫസ്റ്റ് ഹോളി. ഓക്കെ, നെക്സ്റ്റ് ഓണം. ഓണം ഏതൊക്കെ ലെറ്റേഴ്സ് വേണം? ഓ എഴുതണം, ന മ. എഴുതാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കിയേ. ഓണം. നാസ മറിയം, എന്താണ് ഇങ്ങനെ അലസതയായിട്ടിരിക്കുന്നത്? വേഗം എഴുത. കീർത്തി, അദീന, ഫാത്തിമ, ആരവ്, പ്ലീസ് ഓൺ യുവർ വീഡിയോ. നിങ്ങളെ കാണുന്നില്ല എനിക്ക്. നോക്കി എഴുതരുത്. ലാസ്റ്റ് ഡേ നിങ്ങളോട് സാർ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾക്ക് അറിയുന്നത് എഴുതുക, നോക്കി എഴുതരുത്. എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? നമ്മൾ പഠിച്ചിട്ടില്ല എന്നാണ് അല്ലെ? ഷയാൻ, ഷയാൻ എങ്ങനെയുണ്ട്? എഴുതാൻ പറ്റുന്നുണ്ടോ? ഏതൊക്കെ വേർഡ്സ് പറഞ്ഞത്? ഹോളി, ഓണം. നെക്സ്റ്റ് വസന്ത്. വസന്ത്. ഡാനി എഴുതാൻ ഒന്ന് ശ്രമിക്കുന്ന പോലും ഇല്ലേ? റൈറ്റ് ഫാസ്റ്റ്. വസന്ത്. ആരാ അവിടെ എഴുതുന്നത്? നീ എഴുതുന്ന കാണുന്നില്ലല്ലോ. അമ്മയാണ് എഴുതുന്നേ. ഓണം മതി. ഓണം വേഗം എഴുത്. നെക്സ്റ്റ് വേർഡ്. ആർ യു ഫിനിഷ്? ഏതൊക്കെ വേർഡ്സ് പറഞ്ഞത്? ഇപ്പൊ ഇതൊക്കെ ത്യോഹാർ പറഞ്ഞു. ഹോളി, ഓണം, വസന്ത്, ദശര. അത് മലയാളത്തിൽ ദസറ എന്ന് പറയുന്നില്ല, അതാണ് ദശര. അറിയോ? അത് അതുപോലെ ഓതില്ലേ ദശര. ഹിന്ദി നീ ഫാത്തിമ ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളെ ആരും മ്യൂട്ട് ചെയ്തിട്ടില്ല. അറിയാ ഹിന്ദി?
ഈ അക്ഷരം നിങ്ങൾക്ക് എഴുതാൻ അറിയില്ല? ഈ അക്ഷരം അറിയില്ല? ഇത് ഓ എങ്ങനെ അതില് ഇതിനെങ്ങനെ ഓ ആക്കല്? കേട്ടില്ല കേട്ടോ, മ്യൂട്ട് ചെയ്തു. ഫാത്തിമ കേമയാന്ന് തോന്നുന്നു. ഓക്കെ, അതായത് ദശര അല്ലെ. ദീപാവലി, ദീപാവലി. ഈസി അല്ലേ എഴുതാൻ? ദീപാവലി. ഓരോ അക്ഷരവും ചിഹ്നവും ഓർത്തോർത്ത് എഴുതാം. ദീപാവലി. ആയോ? ദീപാവലി കഴിഞ്ഞിട്ട് പൊങ്കൽ. പൊങ്കൽ, പൊങ്കൽ. രാണി ഒന്നും എഴുതുന്നില്ല അല്ലെ? വേഗം അവിടെ ഇരുന്ന് എഴുതി പഠിച്ചോ. ഡിറ്റേഷൻ അല്ല, നീ എഴുതി പഠിക്കുക ഇപ്പൊ അവിടെ ഇരുന്നിട്ട്. പൊങ്കൽ. Ayan Vijesh, Kirti, please on your video. രാവിലെ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത എത്ര കുട്ടികളുണ്ട് ഇവിടെ? പ്ലീസ് റേസ് യുവർ ഹാൻഡ്. രാവിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവര്, എന്നെ ഇൻഫോം ചെയ്യാത്തവര് എത്രയും പെട്ടെന്ന് തന്നെ എന്റെ വാട്സപ്പിൽ സെൻഡ് ചെയ്തിട്ടുണ്ടാവും. എന്താ റീസൺ എന്നുള്ളത്. രാവിലത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവര്. എത്ര പേരുണ്ട്? അഥീന സുനിൽ കുമാർ എന്താണ്? ഷഹബറ, അഥീന, നാസ ഇവരൊക്കെ രാവിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തണോ? ആണോ? ആണെങ്കിൽ തമ്പി ഉയർത്തി കാണിക്കുക. നിങ്ങൾ എന്നിട്ട് ഇൻഫോം ചെയ്തില്ലല്ലോ ഇവിടെ എന്തുകൊണ്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തെന്നുള്ളത്. എപ്പോഴെപ്പോഴും നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കാൻ നിൽക്കണോ? അതിനാണെങ്കിൽ തന്നെ അങ്ങോട്ട് ചോദിച്ചാൽ അതിന് റിപ്ലൈ തരൂല്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾക്ക് ഇവിടെ തിരിച്ചു പോകണമെങ്കിൽ ഈ റീസൺ അവിടെ കൊടുത്തിട്ട് വേണം നമ്മൾ പോവാൻ. ഇന്നത്തെ ക്ലാസ്സിന് എല്ലാ ടീച്ചേഴ്സിന്റെ അവസ്ഥയിലാണ്. നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഇന്ന പീരീഡ് ഞാൻ കയറുന്നില്ല എന്ന് ഒരു വോയിസ് ഇട്ടാൽ മതി. നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട്, ഗ്രൂപ്പിലല്ല ക്ലാസ് ഗ്രൂപ്പിൽ ഇട്ടാലും കുഴപ്പമില്ല, പേഴ്സണലായിട്ട് അയച്ചാലും കുഴപ്പമില്ല. ഇത് ചോദിച്ചിട്ടും അതിനൊരു റിപ്ലൈ തരില്ല എന്ന് വെച്ചാൽ വലിയ കഷ്ടമാണത്. ഷഹബർ എന്താണ്? പ്ലീസ് അൺമ്യൂട്ട്. പൂന മിസ് 8 മണി 8:30 ആവുമ്പോ നമുക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റില്ല. മദ്രസിൽ അത് നിങ്ങൾ അതൊന്ന് ഇൻഫോം ചെയ്താൽ മതി. ഇതിപ്പോ ഞാനിപ്പം ക്ലാസ്സിൽ കയറിയിട്ടില്ല നിങ്ങളോട് ചോദിക്കുന്നത് എന്താ വരാത്തേന്ന്. അത് അതിനു മുമ്പായിട്ട് പറഞ്ഞുകൂടി, അത് മനസ്സിലാവില്ലേ? ഐഫോനിക്ക് എന്താണ്? ഇത് തന്നെയാണോ? സെയിം പ്രശ്നം തന്നെയാണോ? എന്താണ് നിങ്ങൾ ഇപ്പൊ തന്നെ ഇനിയിപ്പൊ എന്നോട് റീസൺ ഒന്ന് പറയണ്ടത്. ഇപ്പൊ ക്ലാസ് എടുക്കേണ്ട ടൈമാണ്. ഇപ്പൊ തന്നെ എനിക്ക് മെസ്സേജ് അയക്കുക ക്ലാസ് കഴിഞ്ഞ പാട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ക്ലാസ് കയറാത്തെന്നുള്ളത്. ഇത് കാണുന്നുണ്ടോ? നിങ്ങള് കാണുന്നുണ്ടോ? ഇത് നമ്മൾ ഇവിടെ ചെയ്ത് കൊടുത്തിട്ട് പോണ്ട. നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഫുള്ള് ഫില്ല് ചെയ്യണിത്. പകുതി പേരും അതിന് റീസൺ തരുന്നില്ല.
ഓക്കെ, ഇപ്പൊ അതിനുള്ള ടൈം അല്ല. ഓക്കെ, ലാസ്റ്റ് വേർഡ് ഈദ്. ഈദ്. പിയോണ വീഡിയോ ഓഫ് ആക്കിട്ട് എവിടെയാ പോയെ? ബുക്കിൽ നോക്കാനായിരിക്കും. അതെ ശരിക്കും. ഓക്കെ, വീഡിയോ ഓഫ് ആയിട്ട് ബുക്കിൽ നോക്കാൻ പോയത്. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? അമ്മമാരോട് പറയണം ഈ വേർഡ്സ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. എനിക്ക് അയക്കണ്ട, കാരണം നിങ്ങൾ എല്ലാവരും നല്ല വൃത്തി എഴുതിയിട്ടുണ്ടാവും എനിക്കറിയാം. കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, പെട്ടെന്ന് ഇട്ടതല്ലേ. എന്ത് ചെയ്യണം? ആ തെറ്റിയ വേർഡ്സ് ഒക്കെ നന്നായിട്ട് പഠിക്കാം. ത്യോഹാർ നിങ്ങൾക്ക് എക്സാമിന് ഷുവർ ആയിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് നോക്കി. ഇവിടെ ഞാനത് ഈസി ആയിട്ട് തന്നിട്ടുള്ളൂ. അവിടെ ത്യോഹാരോം കെ നാം എന്ന് കൊടുത്തുണ്ട് ടെക്സ്റ്റ് ബുക്കില്. ക്ലോസ് യുവർ നോട്ട്ബുക്ക്. 66 പേജ് 66 ത്യോഹാരോം കെ നാം എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ അത്ര കട്ടിയുള്ളത് നമുക്ക് തന്നിട്ടില്ല, അങ്ങനെ ശ്രദ്ധിക്കാം. ലോഹടി, ലോഹടി എന്നാ വായിക്കാം. ഡായുടെ അടിയിൽ ഒരു ഡോട്ട് വരുമ്പോ ജി എന്നാണ് പ്രൊനൗൺസ്. ലോഹടി. മകർ സംക്രാന്തി, വസന്ത പഞ്ചമി, മഹാശിവരാത്രി, ഹോളി, ഓണം, രക്ഷാബന്ധൻ, കൃഷ്ണ ജന്മാഷ്ടമി, ശ്രീകൃഷ്ണ ജയന്തി ഇല്ലേ അതാണ്, ഗണേശ് ചതുർത്ഥി, ദസറ, ദീപാവലി, ഈദ്, പൊങ്കൽ, ക്രിസ്മസ്. ഇതൊക്കെ എന്താണ്? ഫെസ്റ്റിവൽസ് ആണ്, ത്യോഹാറാണ്. ത്യോഹാർ ഉത്സവങ്ങളാണ്. അപ്പൊ അതിൻ്റെതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നാണ്. ഇപ്പൊ നെക്സ്റ്റ് പേജ് നോക്കിയേ. പേജ് നമ്പർ, ടേക്ക് പേജ് നമ്പർ 67. മൗഖിക ശിക്ഷണം എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താണ് മൗഖിക? മൗഖിക പ്രശ്നം എന്ന് കേട്ടിട്ടില്ലേ? എന്താണ്? ഓറൽ ക്വസ്റ്റ്യൻസ്. നമ്മൾ പറയാനുള്ളതാണ്, എഴുതാനൊന്നുമല്ല. പക്ഷെ എന്നാലും നമുക്കിവിടെ എഴുതാനുണ്ട്. കുറെ കളേഴ്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലേ? ഓക്കെ, പ്യാരേ രംഗ്. പ്യാരേ രംഗ് എന്ന് പറഞ്ഞാൽ കളേഴ്സ് പ്രറ്റി, കുറെ കളേഴ്സിനെ കുറിച്ചുള്ള ഇതാണ് പറയുന്നത് ഇവിടെ. തരക് തരൽ കെ പ്യാരേ രംഗ് ദേഖാ തോ മേം രഹ് ഗയി ദംഗ് പ്യാരാ പ്യാരാ ഹേ രംഗ് ലാൽ ജൈസേ ഗുഡിയാ കെ ഹേ ഗാൽ. नारंगी और बैंगनी रंग खिले एक दूजे के संग, नीला पीला और हरा, हरा गगन में खूब भरा. Daniel, where is your textbook? Don't bite your pencil. Where is your textbook? ഓപ്പൺ ചെയ്യത് പേജ് നമ്പർ 67. हरा गगन में खूब भरा, गुलाबी पूरा और सुनहरा, रंगों से खिलता है चेहरा, सफेद चंदा काली रात, रात में तारों की बारात. ഇതാണ് കുറെ കളേഴ്സിനെ കുറിച്ച്. ആ പിക്ചർ ശ്രദ്ധിച്ച നിങ്ങള്? ആ പിക്ചറില് ഒരു ഫാത്തിമ കുട്ടി ഉണ്ട് അവിടെ അല്ലേ? ഹാദിയ കുട്ടിയാണോ? ആരോ ഒരാളല്ലേ? ഒരു ലടുക്കിയാണ്, ഒരു ലടുക്കി. ആ ലടുക്കി എന്താണ് നോക്കിയേ? അന്തം വിട്ട് നിൽക്കുന്ന പോലെ കണ്ടോ? കണ്ണൊക്കെ നോക്കിയേ, ആശ്ചര്യപ്പെട്ട് നിൽക്കുവാണ്. അപ്പൊ അവള് പറയുന്ന കാര്യം ഇവിടെ പറയുന്നത് എന്താണെന്ന് നോക്കിയേ. തരക് തരകെ പ്യാരേ രംഗ് ദേഖാ തോ മേം രഹ് ഗയി ദംഗ്. പലതരത്തിലുള്ള കളറ് കണ്ടിട്ട് അവൾ ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നിൽക്കുവാണ്. ഇവിടെ നോക്കിയേ, ഏതൊക്കെ കളേഴ്സ് ഉണ്ടെന്നൊന്ന് പറഞ്ഞേ നിവേദ്യ. ഇവിടെ ഏതൊക്കെ കളേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്? ലാൽ, ലാൽ,
ഹര, ഹര, പീല, പീല. ഓക്കെ, നെക്സ്റ്റ് എന്നാ ശാബര കൈ ഉയർത്തിക്കൊണ്ടിരിക്കുന്നേ? മിസ്സിന്റെ ഏ ഞാൻ കളേഴ്സിന്റെ പേര് പറയാം. കളേഴ്സ് കളേഴ്സിന്റെ പേര് പറയാ. ഇത്രയും നേരം എന്തെടുക്കുന്നു അവിടെ? 67. ഓക്കെ നിവേദ്യ, വെരി ഗുഡ്. നെക്സ്റ്റ് അമൻ മാധവ്. ഇനി ഏതൊക്കെ കളർ ഉണ്ട്? മുഴുവൻ ആയില്ലല്ലോ അമൻ. പേജ് നമ്പർ അല്ല പറഞ്ഞത്, പിന്നെന്താണ്? കളേഴ്സിന്റെ പേര് പറയാന്ന്. ആ പറഞ്ഞോ, ശാബര പറഞ്ഞോ. കാല, ബ്ലാക്ക്, പീല, ബ്ലൂ. നീ ഇവിടെ ഏതൊക്കെ കളർ കാണുന്നുണ്ടെന്നാ ചോദിക്കുന്നത് ശാബരയോട്. പീല, ബ്ലൂ, പീല, യെല്ലോ, ഹര, ഗ്രീൻ. നീ ഏത് പേജ്? 68 ആണ് ഈ വായിച്ചു തകർക്കുന്നേ. ഞാൻ അതെടുത്തോ? എന്നോട് ഞാൻ ഏതാ ചോദിച്ചത്? 67 ഉള്ള കാര്യമായിട്ട് ചോദിക്കുന്നത് അല്ലേ? അമൻ മാധവ്. അവിടെ ആ പിക്ചറിൽ ഏതൊക്കെ കളർ കാണാൻ പറ്റുന്നുണ്ട് അമന്? ലാൽ, നീല, പീല, ഹര. ഓക്കെ, ലിസൺ. ഏതൊക്കെ കളർ നോക്കിയേ? അവിടെ ഒരു പാരച്യൂട്ട് കാണുന്നുണ്ടോ നിങ്ങള്? അതിന് എന്തൊക്കെ കളർ ഉണ്ട് നോക്കിയേ? അതുപോലെ ബലൂൺസ് ഉണ്ട്, ഗുബ്ബാര അല്ലെ? ഗുബ്ബാര എന്ന് പറഞ്ഞ എന്താണ്? ബലൂണ്, പല കളറിലുള്ള ഗുബ്ബാര. ഓക്കെ, നമുക്ക് ഇതിന്റെ നോക്കാം. തരക് തരക് കെ പ്യാരെ രംഗ് ദേഖാ തോ മേ രഹ് ഗയി ദംഗ്. ഫസ്റ്റ് 2 ലൈൻ്റെ മീനിങ് ആണ്. എന്താണ്? പലതരത്തിലുള്ള കളറുകൾ കണ്ടപ്പോൾ അവളുടെ കണ്ണില് ഭയങ്കരമായിട്ട് ആശ്ചര്യമുണ്ടായി എന്നാ പറഞ്ഞത്. കണ്ടോ? അവളുടെ കണ്ണൊക്കെ കണ്ടോ? ആശ്ചര്യപ്പെട്ട് നിൽക്കുന്നത്. അതാണ് പ്യാര പ്യാര ഹേ രംഗ് ലാൽ ജൈസെ ഗുഡിയ ഹേ കാക്കാൽ. എന്താണ്? ലാൽ. ലാൽ എന്ന് പറഞ്ഞ ആരാണ്? ആരാണെന്നല്ല, ഏതാണ്? റെഡ് ആണ്. റെഡ് കളറിനെ ലാൽ എന്ന് പറയാം. റെഡ് കളർ കാണുമ്പോ എന്താണ്? ഗുഡിയയുടെ, എങ്ങനെയാണ്? ഗുഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോളിന്റെ കവിൾത്തടം പോലെയുണ്ട്, കവിള് പോലെയുണ്ടെന്നാ പറയുന്നത്. നെക്സ്റ്റ് നോക്കിയേ. ഖിലേം സോറി നാരംഗി ഔർ ബൈംഗനി രംഗ് ഖിലേം ഏക് ദൂജെ കെ സംഗ്. അവിടെ പാരച്യൂട്ടിന്റെ കളർ നോക്കിയാ നിങ്ങള്? നാരംഗിയും ബൈംഗനിയും. എന്താ നാരംഗി? ഓറഞ്ച് കളറും ബൈംഗനി പറഞ്ഞ എന്താണ്? വയലറ്റ് കളറും കൂടെ എഴുതി ചേർന്ന് നിൽക്കുന്നത് കണ്ടോ അവിടെ? യെസ്. നെക്സ്റ്റ് നോക്കിയേ. നീല പീല ഓർ ഹര ധര ഗഗൻ മേ ഖൂബ് ഭര. അപ്പൊ നീല എന്ന് പറഞ്ഞാൽ ബ്ലൂ, പീല യെല്ലോ. അപ്പൊ ആ കളേഴ്സിന്റെ ആ കളർ തന്നെയാണ് അവിടെ ആ ഇതിനും കൊടുത്തിരിക്കുന്നത്. ആ വേർഡിന് നീല എന്നുള്ളതിന് ബ്ലൂ കളർ, പീല എന്നുള്ളതിന് യെല്ലോ. കണ്ടോ? എന്താണ്? നീലയും ഇത് ബ്ലൂ, യെല്ലോ, ഔർ ഹര ഗ്രീൻ. നീലയും മഞ്ഞയും പച്ചയും നിറഞ്ഞ ആ കളറാണ് ഇവിടെ. എവിടെയാണ്? ധര ഗഗൻമേ ഖൂബ് ഭര. ധര എന്ന് പറഞ്ഞ എന്താണ്? എർത്ത് അല്ലെ? മലയാളത്തിൽ നമ്മൾ ധരണി എന്നൊക്കെ പറയുന്നില്ലേ? അത് ഭൂമിക്കാ പറയാ. ധര ഗഗൻ. ഗഗൻ എന്ന് പറഞ്ഞ എന്താണ്? സ്കൈ, ആകാശം. ഖൂബ് ഭര, ആകാശത്തിലും ഭൂമിയിലും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണെന്നാ പറയുന്നത്. 3 കളറും കൂടെ, നീലയും പീല യെല്ലോയും ഹരയും പച്ചയും കൂടെ. നെക്സ്റ്റ്. ഗുലാബി ഭൂര ഔർ സുനര രംഗോം സെ ഖിൽത്താ ഹേ ചേഹര. എന്താണ്? ഇപ്പൊ ഗുലാബി എന്ന് പറഞ്ഞാൽ എന്താണ്? പിങ്ക് അല്ലെ? ഭൂര എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രൗൺ. സുനര എന്ന് പറഞ്ഞാൽ എന്താണ്? പീല, യെല്ലോ ആൻഡ് ബ്ലൂ. കൊടുത്ത പിങ്ക്, ബ്രൗൺ ആൻഡ് ഗോൾഡൻ ബ്രൈറ്റ്.
അതാണ് സുനര. എന്താണ് നല്ല പിങ്ക് കളറിലും ബ്രൗൺ കളറിലും നല്ല ഗോൾഡൻ കളറുമായിട്ട് ഹിൽത്താഹ് മുഖത്ത് ഈ കളറൊക്കെ ചേർന്ന് കിടക്കുന്ന പറയുന്നത്. സഫേദ് ചന്ത കാലീര രാത്തമേൻ താരോം ഈ ബാരാത്. എന്താണ് സഫേദ് എന്ന് പറഞ്ഞ വൈറ്റ് അല്ലേ? എന്താ വൈറ്റ്? സഫേദ് ചന്ത പറഞ്ഞാൽ വെളുത്ത മൂണ് അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പറയാ? കറുത്ത മൂണും വെളുത്ത മൂണും അല്ലേ? വെളുത്ത വാവ് കറുത്ത വാവ് എന്നൊക്കെ പറഞ്ഞില്ലേ? അതായത് കറുത്ത ചന്ദ്രനെ കാണുമ്പോൾ അവള് കറുത്ത വാകുന്നത് അല്ലേ? അപ്പൊ നല്ല വെള്ള കളറിൽ പ്രകാശിക്കുന്നവള് വെളുത്ത ചന്ദ്രൻ. സഫേദ് ചന്ത. ചന്ത എന്ന് പറഞ്ഞാല് മൂൺ. കാലീരാത്ത്. കാലി എന്ന് പറഞ്ഞാൽ എന്താണ്? കാല, കറുത്ത. കാലീരാത്ത് പറഞ്ഞാൽ കറുത്ത രാത്രി, ഇരുട്ട് നിറഞ്ഞ രാത്രിനെ ഉദ്ദേശിക്കുന്നത്. രാത്തുമേ താരോം കി ബാരാത്ത്. എന്താണ് ആ കറുത്ത രാത്രിയിലെ ആകാശത്ത് താരോം എന്ന നക്ഷത്രങ്ങള് നല്ല പ്രകാശിച്ച് നിൽക്കുന്നതൊക്കെയാണ് ഇവിടെ പറയുന്നത് അല്ലേ? അപ്പൊ ആ ഒരു കളേഴ്സിനെ കുറിച്ചാണ് ഇവിടെ മൊത്തത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. രാത്രി ആകാശത്തൊക്കെ നോക്കുമ്പോ ആ കളേഴ്സ് ഒക്കെ കാണുമ്പോൾ എന്തൊക്കെ കളറാ കാണുന്നത്. മഴവില്ല് കാണുമ്പോൾ കാണുന്നില്ലേ? ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മതി. എന്തൊക്കെ കളറ് കാണുന്നറിയോ ഇവിടെ? നല്ല രസമാണ്. അപ്പോ ഇവിടെ കളേഴ്സിനെ കുറിച്ചാണ് പരിചയപ്പെട്ടത്. അതിൽ പഠിക്കാനുള്ള എന്താണ്? കളേഴ്സ് ആണ്. രംഗോം കെ നാം 68 പേജ് കണ്ടോ? ഈ പേജ് നമ്പർ 68 നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്. ഇത് ഞാൻ വീണ്ടും നിങ്ങൾക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ? പിന്നെ അപ്പോ ഇത് നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് പകർത്തി എഴുതണം. നമ്മൾ ഹോംവർക്ക് ഒന്ന് എഴുതി വെക്കുക. എന്നാലും നിങ്ങൾക്ക് ഇന്നതാണ് വർക്കെന്ന് ഞാൻ അയച്ചുതരാം. ഷയാൻ മോന്റെ ഫോൺ നമ്പർ, മോന്റെ വാട്സപ്പിൽ നിന്ന് മിസ്സിന് ഒരു ഹായ് അയക്കണേ. വാട്സപ്പ് നമ്പർ ഇല്ലായിരിക്കും. ഓക്കെ ഷയാൻ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് താമ്പ് കാണിച്ചേ. ഓക്കെ, അതിപ്പോ തന്നെ ക്ലാസ് കഴിഞ്ഞപാട് ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ വേറെന്താണ്? അപ്പൊ ഇതാണ് ഹോംവർക്ക്. അത് വായിച്ചു തരാമെന്ന് ശ്രദ്ധിക്കുക. രംഗോം കെ നാം എന്താണ്? നിറങ്ങളുടെ പേര്, അതായത് നെയിംസ് ഓഫ് കളേഴ്സ്. ഫസ്റ്റ് ലാൽ. ആ ബോക്സിൽ ഇരിക്കുന്നത് അതിന്റെ കളർ തന്നെയാണ്. ആരാ എന്നെ വിളിച്ചപ്പോ? അദീനയാണോ? അൺമ്യൂട്ട് ചെയ്യ. എന്താണ്? അൺമ്യൂട്ട് ചെയ്യ. ട്രൈ അഗൈൻ. ആകും. പോയില്ലേ? എന്താണ് അദീന നീ പറയുന്നത്? എനിക്ക് ആരും മെസ്സേജ് അയക്കുന്നുള്ളൂ. അദീനയാണെന്നാ തോന്നിയത് അല്ലേ? ഓക്കെ ലിസൺ. രംഗോം കെ നാം എന്നുള്ളത് ഫസ്റ്റ് പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് ലാൽ. ലാൽ പറഞ്ഞാൽ റെഡ് ആണ്. അപ്പൊ ഇങ്ങനെ വായിച്ച് പഠിക്കണം. ലാൽ റെഡ് അങ്ങനെ തന്നെ വായിച്ച് പഠിക്കുക. അതേപോലെ എഴുതി നോക്കുക. നെക്സ്റ്റ് കാല ബ്ലാക്ക്. ശ്രദ്ധിച്ചിരിക്കുക, ഞാൻ എല്ലാവരും കൊണ്ട് വായിപ്പിക്കുന്നത്. നീല ബ്ലൂ, പീല യെല്ലോ, ഹര ഗ്രീൻ, ഗുലാബി പിങ്ക്, സഫേദ് വൈറ്റ്, നാരംഗി ഓറഞ്ച്, ബൈംഗനി പർപ്പിൾ, പൂര ബ്രൗൺ, സുനര ഗോൾഡൻ, സലേട്ടി ഗ്രേ. ഗ്രേ കളർ അറിയില്ലേ? ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചറിൽ ഗ്രേ ആണോ അത്? നമ്മുടെ ഗ്രേ കളർ എന്ന് പറഞ്ഞ വേറൊരു കളറിനല്ലേ? ഓക്കെ, അത് കാണുമ്പോ ഒരു ബ്രൗൺ കളർ പോലെ, ബ്ലാക്ക് പോലെയൊക്കെ തോന്നുന്നുണ്ട്.
അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രംഗോം കെ നാമാണ് പഠിച്ചത്, നന്നായിട്ട് പഠിച്ചത്. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും ഞാനത് ഡിക്റ്റേഷൻ ഇടും, ചോദിക്കും. അപ്പോൾ അനുഗ്രഹ ബ്രിജിത്ത്, പേജ് നമ്പർ 68 വായിച്ചു കേൾപ്പിക്കാമോ? लाल रेड काला ब्लैक नीला ब्लू पीला येलो ग्रीन गुलाबी पिंक सफेद वाइट ऑरेंज नारंगी ऑरेंज बैगनी पर्पल चूरा ब्राउन Okay. Next. Okay, next. Arav P. Vinod. Arav. That is Arav. Okay. Unmute cheyumane. Okay. Read fast. लाल रेड काला ब्लैक नीला ब्लू पीला येलो हरा ग्रीन गुलाबी पिंक सफेद Gulabi pink. Okay. Next, Sarah Maria. ഗുലാബി കഴിഞ്ഞിട്ടുള്ള വായിക്കുക. ഞാൻ ഇടയ്ക്കുന്നതായിരിക്കും ചോദിക്കാം. ഗുലാബി പിങ്ക് കഴിഞ്ഞിട്ടുള്ളത്. गुलाबी पिंक सफेद वाइट സഫേദ് എന്നാണ് കേട്ടോ. സഫേദ് വൈറ്റ് वाइट नारंगी ऑरेंज बैंगनी पर्पल भूरा ब्राउन सुनहरा गोल्डन സലേട്ടി ഗ്രേ. ഓക്കെ, വെരി ഗുഡ്. നീലാഞ്ജന. लाल रेड काला ब्लैक नीला ब्लू पीला येलो हरा ग्रीन गुलाबी पिंक सफेद ഓക്കെ, സഫേദ് വൈറ്റ്. അയാൻ വിജേഷ്. അമൃത, അയാൻ എത്തിയോ? നമുക്ക് 5 മിനിറ്റ് തന്നെ ഉള്ളൂ. അമൃത കഴിഞ്ഞിട്ട് അയാൻ എടുത്തു വരാം. ഓക്കെ, സഫേദ് കഴിഞ്ഞിട്ട്. സഫേദ് വൈറ്റ് വരെ വായിച്ചു. गुलाबी पिंक नीला ब्लू पीला येलो हरा ग्रीन नारंगी ऑरेंज बगीना ഭയങ്കനി. അമൃത ഇടയ്ക്ക് വിഴുങ്ങുന്നുണ്ടല്ലോ എന്തൊക്കെയോ, എനിക്കത് ക്ലിയർ ആയിട്ട് കേട്ടില്ല. ഞാൻ സഫേദ് കഴിഞ്ഞിട്ട് വായിക്കാനാ പറഞ്ഞ, പക്ഷെ നീ ഫസ്റ്റ് തൊട്ട് വായിച്ചു കുഴപ്പമില്ല. ഭയങ്കനി എന്നാ വായിക്കണ്ടേ കേട്ടോ.
ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കാം. നാരങ്ങി, ബൈങ്കനി, അടുത്തത് പൂര, വായിക്കുന്നുണ്ടോ? എനിക്കിവിടെ കേൾക്കുന്നില്ല കേട്ടോ. പൂര ബ്രൗൺ, സുൻഹര ഗോൾഡൻ, സലേട്ടി ഗ്രേ. ഓക്കെ, എവിടെ അയാൻ? എവിടെ അയാൻ? അൺമ്യൂട്ട് ചെയ് മോനെ. പറയുന്നുണ്ടോ നീ? നോ, ടൈം വേസ്റ്റ് ആക്കാതെടാ. ഹാദിയ, लाल रेड, काला ब्लैक, नीला ब्लू, पीला येलो, हरा ग्रीन, गुलाबी पिंक, सफेद वाइट, नारंगी नारंगी, ऑरेंज, बैंगनी, पर्पल, भूरा, പൂര, പൂര എന്നാണ് കേട്ടോ. പൂര ബ്രൗൺ, भूरा ब्राउन, सुनहरा सुनहरा, गोल्डन, सलेटी ग्रे. ഓക്കെ, വെരി ഗുഡ്. കണ്ടോ, അവള് ആ ചിഹ്നങ്ങളും അക്ഷരങ്ങളും ശ്രദ്ധിച്ച് വായിക്കുന്നതാണ്. അങ്ങനെ അങ്ങനെ വേണം. അലൻ ജോസഫ്, അലൻ ജോസഫ്. लाल रेड, काला ब्लैक, नीला ब्लू, पीला येलो, हरा ग्रीन, गुलाबी पिंक, सफेद वाइट, നാരങ്ങി, ऑरेंज, बैंगनी, पर्पल, भूरा ब्राउन, सुनहरा गोल्डन, सलेटी ग्रे. ഗ്രേ. ഭയങ്കര എന്നുള്ളത് നമ്മൾ വയലറ്റ് എന്ന് പറയും കേട്ടോ. വയലറ്റ് അല്ലെങ്കിൽ പർപ്പിൾ, ഏകദേശം രണ്ടും ഒരേ കളറല്ലേ, അങ്ങനെ പറയും കേട്ടോ. പർപ്പിൾ എന്നാണ് കൂടുതൽ നമ്മൾ എഴുതാറ്. നെക്സ്റ്റ് ആയുഷ്. लाल रेड, റെഡോ? റെഡ്, काला ब्लैक, नीला ब्लू, पीला येलो, हरा ग्रीन, गुलाबी पिंक, सफेद वाइट, नारंगी ऑरेंज, बैंगनी पर्पल, പൂര, पूरा പൂര എന്താണ്? ബ്രൗൺ. ब्राउन, ഏബലിനാണോ ക്ലാസ് കിട്ടുന്നില്ല എന്ന് മെസ്സേജ് അയച്ചത്? ഏബൽ മാത്യു गोल्ड, ായിട്ടിരിക്കുന്നു. തോന്നുന്നു. ഓക്കെ, ആയുഷ്. ലാസ്റ്റ് എന്താണ്? ആയുഷ് ആണോ വായിക്കുന്നത് ഇപ്പൊ? അതെ. സുൻഹര ഗോൾഡൻ, സലേട്ടി ഗ്രേ. ദേവർഷ. അയ്യോ, 1 മിനിറ്റേ ഉള്ളൂ, പെട്ടെന്ന് വായിച്ചോ. ഓക്കെ, ബൈ ബൈ, സി യു. All of you do the homework, study well. black, red, काला ब्लैक, नीला ब्लू, पीला येलो, हरा ग्रीन, गुलाबी